ഇനി നമ്മൾ മഴയുടെ കാര്യങ്ങളിലേക്ക് പോകാം. മഴ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയുണ്ട്, സംസ്ഥാനത്തുടനീളമുണ്ടോ എന്നുള്ളത് നോക്കാം. മഴയുടെ ശക്തി അത് സംസ്ഥാനത്ത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മഴ ദുരിതം അത് തുടരുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. കോട്ടയം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാലക്കാട് മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറക്കുന്നതിനാൽ ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഇങ്ങനെ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോട്ടയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഒപ്പം തന്നെ ആലപ്പുഴയിലെ ചില താലൂക്കുകളിൽ, അത് താലൂക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അവിടെ കുട്ടനാട്, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, ചേർത്തല ഈ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ മഴ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അതിന്റെ ദുരിതം തുടരുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പലയിടത്തെ വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളെ കാണുന്ന പോലെ ഈ നദികളൊക്കെ നിറഞ്ഞ് തുളുമ്പി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ തീരത്തുള്ളവരൊക്കെ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ഇനി വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഒരുപക്ഷെ ഈ തവണത്തെ മഴയിൽ ശക്തമായപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതിയും മഴയുടെ ദുരിതമൊക്കെ അനുഭവിച്ചത് കോട്ടയം ജില്ലക്കാരാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്താണ് ജില്ലയിലെ പ്രദേശങ്ങളിലെ അവസ്ഥ? എൽദോ, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എടുത്തു പറയേണ്ടത് ഇവിടെ വെള്ളപ്പൊക്കം, അതായത് വെള്ളം കയറിയുള്ള ദുരിതം കാര്യമായി ഉണ്ടായിട്ടില്ല. പക്ഷെ കാറ്റ് കാര്യമായ നാശം വിതച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം കുമരകം മേഖലയിലുണ്ടായ വലിയ കാറ്റ് അത് നിരവധി വീടുകളെ കേടുപാടിൽ എത്തിച്ചിട്ടുണ്ട്. പലതിന്റെ മേൽക്കൂര പറന്നു പോകുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. കുമരകം റോഡിൽ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ അടക്കം ഈ കാറ്റ് മൂലം നിയന്ത്രണം വിട്ട് വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ മഴ അല്പം മാറി നിൽക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അപ്രതീക്ഷിതമായ കാറ്റ് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, അതാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുട്ടികൾക്കൊക്കെ അതൊരു ദുരിതമായി മാറരുത് എന്നുള്ളത് മുൻകരുതൽ ആയി എടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അവധി നൽകിയിരിക്കുന്നത്. MG സർവകലാശാലയുടെ ഇന്നത്തെ പരീക്ഷകളും നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള തുടർച്ചയായ മഴ അത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ അല്പം വെള്ളക്കെട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോടൂരാർ വഴി വെള്ളം ഒഴുകിയെത്തുകയും പലയിടത്തും വെള്ളക്കെട്ട്, ഈ കുമരകം, തിരുവാതുക്കൽ പോലുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് അത് കാരണമായിട്ടുണ്ട്. ഏതാണ്ട് 8ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ ആകെ പ്രവർത്തിക്കുന്നത്. അതായത് കോട്ടയത്തിന്റെ ഒരു പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറത്ത് വലിയ രീതിയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ അത്രത്തോളം എത്തിയിട്ടില്ല. എന്തായാലും മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് ഏതാണ്ട് അങ്ങനെ കാര്യമായ മഴയില്ല. കഴിഞ്ഞ ദിവസങ്ങൾക്കൊക്കെ വ്യത്യസ്തമായി രാവിലെ സൂര്യോദയവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പകൽ മുഴുവൻ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നതും ചാറ്റൽ മഴ പെയ്യുന്നതുമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഏതായാലും അതിന് മാറ്റമുണ്ട്. പതുക്കെ മഴ മാറുന്നു എന്ന സൂചനകൾ തന്നെയാണ് കോട്ടയത്ത് നിന്ന് നൽകാൻ കഴിയുന്നത്. എൽദോ. ഓക്കെ, കോട്ടയത്ത് ഈ ഇന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീജിത്ത് നൽകുന്നത്. കോട്ടയത്ത് കാര്യമായിട്ടുള്ള പ്രശ്നം ഇന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ ഈ കാറ്റ് ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ശ്രീജിത്ത്, എപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ എപ്പോഴും ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ നദികളിലെ വെള്ളം ഉയരുന്ന സാഹചര്യമാണല്ലോ കോട്ടയത്ത്, പ്രത്യേകിച്ച് മണിമലയാറ് അവിടെയൊക്കെ. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇത്തവണ ശ്രീജിത്ത്? എൽദോ, അതാണ് ഞാൻ നേരത്തെ ആദ്യം ചൂണ്ടിക്കാണിച്ചല്ലോ, വെള്ളം വലിയ പ്രശ്നമായിരുന്നു. വെള്ളം ഈ നദികളിൽ ഒരിടത്തും അപകട നിലയ്ക്ക് അപ്പുറത്തേക്ക് പോലും കയറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ഒക്കെ സമാനമായ സ്ഥിതിയാണ്. മുന്നറിയിപ്പ് നില ഈ പടിഞ്ഞാറൻ മേഖലകളിൽ കവിഞ്ഞിട്ടുണ്ട്. അത് ഈ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് നീലിമംഗലം, ഒപ്പം തന്നെ പേരൂര്, തിരുവാതുക്കൽ അങ്ങനെയുള്ള മേഖലകളിൽ മുന്നറിയിപ്പ് നില കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്ക്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ഏറ്റവും ഒടുവിൽ
വരുന്ന അപ്ഡേറ്റിലും കൃത്യമായി ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. ശ്രദ്ധേയമായ ഒന്ന്, സാധാരണഗതിയിൽ കിഴക്കൻ വെള്ളം എത്തിയാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ഒരു ദുരിതം സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ ഒരു മാസം ഏതാണ്ട് 2-3 ആഴ്ച മുൻപ് നടന്ന ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിൽ ഈരാറ്റുപേട്ട ടൗണിലും പാലാ ടൗണിലും ഒക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ ഒന്നും വെള്ളം കയറിയില്ല. ഈ തുടർച്ചയായി ഈ പടിഞ്ഞാറൻ മേഖലയിൽ കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തപ്പോൾ ആ മഴവെള്ളം എത്തിയാണ് ഈ തോടുകളൊക്കെ നിറഞ്ഞ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടായത്. പാലയിലോ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട പോലെയുള്ള കിഴക്കൻ മേഖലകളിലൊന്നും അങ്ങനെ ഒരു ദുരിതം ഉണ്ടായിട്ടില്ല. ജില്ലയിൽ ഒട്ടാകെ മഴയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇതുവരെ കാണാത്ത നിലയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നദികളിലെ ജലനിരപ്പ് ഒരു പ്രശ്നമായി മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കിഴക്കുള്ള ഈ പാലയും ഈരാറ്റുപേട്ടയോ അല്ലെങ്കിൽ മണിമലയാറിന്റെ പ്രദേശങ്ങളിലും ഒന്നും തന്നെ ആ മേഖലയിലും അങ്ങനെ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും എത്തിയിട്ടില്ല. ഈ പടിഞ്ഞാറൻ മേഖല മാത്രമായി ഇങ്ങനെ അത് ഇവിടെ കാര്യമായ മഴ പെയ്തു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതുകൂടി ചേർന്നാണ് അങ്ങനെ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സാധാരണഗതിയിൽ ഈ മഴ മൂലം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ദുരിതം കാറ്റ് മൂലം ചില മേഖലകളിൽ വലിയ ദുരിതമായി അത് മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ കുമരകത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. എൽദോ, ശരി, റൈറ്റ്. എന്നാലും കോട്ടയത്ത് അത്തരത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ശ്രീത്ത് പറയുന്നത്. നമ്മൾ ഇനി പാലക്കാടേക്ക് പോകും.